ഇന്ത്യ പാക് തിരിച്ചടികളിലും അടികളിലും പാകിസ്ഥാന് സംഭവിച്ച നഷ്ടങ്ങളുടെ കണക്കുകൾ പുറത്തു വന്നു. ഇന്ത്യയുടെ പ്രത്യാക്രമണം അതിമാരകമായിരുന്നു. പാകിസ്ഥാൻ്റെ നട്ടലൊടിച്ച 5 പ്രഹരങ്ങളെക്കുറിച്ചും നൽകിയ ഒരു സന്ദേശത്തെക്കുറിച്ചുമുള്ള വാർത്തയാണിത്. ആദ്യം ഇന്ത്യ പ്രത്യാക്രമണം തുടങ്ങിയപ്പോൾ ആദ്യം തകർത്തത് സർഗോദയിലുള്ള മുഷറഫ് വ്യോമത്താവളം. F-16 ഫൈറ്റിംഗ് ഫാൽക്കൺ, JF-16 മിറാജ് 5A എന്നിവ ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങളുടെ സ്ക്വാഡ്രൻ്റെ ആസ്ഥാനമാണ് ഈ പറയുന്ന മുഷറഫ് വ്യോമത്താവളം. വലിയ നാശനഷ്ടം വന്ന ഒരു വ്യോമത്താവളമാണ് ഈ പാകിസ്ഥാനിലെ ഈ മുഷറഫ് വ്യോമത്താവളം. ഇന്ത്യയുടെ പോർമുനകൾ ആദ്യം പതിച്ച വ്യോമത്താവളങ്ങൾ 1. 2 റഫീഖിയിലുള്ള സർഫറാസ് അഹമ്മദ് റഫീഖിയുടെ പേരിലുള്ള വ്യോമത്താവളം. ചൈനയുടെ JF-17 മിറാജ് ഫൈറ്റർ അടക്കമുള്ള സ്ക്വാഡ്രനുകളുടെ നിർണായക ഘട്ടത്തിൽ സേനകൾക്ക് ലാൻഡ് ചെയ്യാനുള്ള ലാൻഡിംഗ് സ്ട്രിപ്പ് അടക്കം ഈ വ്യോമത്താവളത്തിലുണ്ട്. പാടെ നശിപ്പിക്കപ്പെട്ടു. 3 മുരിദിൻ, പാകിസ്ഥാനിലെ ചക്വാൽ ജില്ലയിൽ ഉള്ള ഒരു വ്യോമത്താവളം. മുരിദ് വ്യോമത്താവളത്തിലാണ് UAV, ഡ്രോൺ എന്നിവയുടെ പറക്കുന്നതിനും മറ്റുമുള്ള സൗകര്യങ്ങൾ ഈ താവളത്തിൽ നിന്നാണ് പാകിസ്ഥാൻ നടത്തിയിരുന്നത്. ഇതും ഇന്ത്യയുടെ പോർമുനകൾ പതിച്ച ഒരു വ്യോമത്താവളമാണ്. 4 ചക്ല, റാവൽപിണ്ടിയിൽ വ്യോമസേനയുടെ ലോജിസ്റ്റിക്സ് സെൻ്ററാണ്. അതായത് അവരുടെ ചരക്ക് നീക്കങ്ങളും വ്യോമസേനയുടെ ചരക്ക് നീക്കങ്ങളും മറ്റും നടക്കുന്ന ഒരു വ്യോമത്താവളമാണ്. ഇസ്ലാമാബാദിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രമാണ് അകലം ഇത്. അതായത് ഇസ്ലാമാബാദിന് 10 കിലോമീറ്റർ അകലെയുള്ള ചക്ല എന്ന് പറയുന്ന വ്യോമത്താവളത്തിലാണ് അടുത്ത വലിയ ആക്രമണം നടന്നത്. 5 റഹീം യാർ ഖാൻ, രാജസ്ഥാൻ്റെ അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യോമത്താവളം. ഡ്രോണുകളും മറ്റും ആദ്യ സമയങ്ങളിൽ പറത്തിവിട്ടത് ഇവിടെ നിന്നായിരുന്നു പാകിസ്ഥാൻ. ഈ വ്യോമത്താവളത്തിനും സാരമായ നാശം വതയ്ക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. 6 സുക്കോർ, 2017 ഉദ്ഘാടനം ചെയ്ത കറാച്ചി തീരത്തുള്ള വ്യോമത്താവളം. പാക് പ്രതിരോധത്തിന് കരുത്ത് പോരാൻ വേണ്ടിയിട്ടാണ് 2017 ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇതും തകർക്കപ്പെട്ടതിൽ ഒന്നാണ്. 7 ചുനിയാൻ, ലാഹോറിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാൻ്റെ പ്രധാന വ്യോമത്താവളം. 8 സ്കാർഡു. 9 ജഗ്ബാബാദ്. 10 സൊളാരി. അതായത് സൊളാരിയിലാണ് അവിടെ റഡാർ സംവിധാനങ്ങളും മറ്റും ഉണ്ടായിരുന്നത്. അതിന് വലിയ നാശനഷ്ടം സംഭവിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അങ്ങനെ ഈ 10 പ്രഹരങ്ങൾ പാകിസ്ഥാൻ വ്യോമസേന ഇനി ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു 5 വർഷമെങ്കിലും എടുക്കും. കാരണം അവരുടെ സാങ്കേതിക സംവിധാനങ്ങളടക്കമാണ് ഈ പോകുന്നത്. ഈ ഒരു വലിയ പ്രഹരം ഏൽപ്പിച്ചതോടുകൂടിയാണ് പാകിസ്ഥാൻ അപകടം മണത്തത്. അതോടുകൂടിയാണ് ഫൈറ്റർ ജെറ്റുകളുടെ ആ ഒരു പറക്കൽ നിന്നുപോയതും. ഇതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയമായി തന്നെ ലോകരാജ്യങ്ങൾ കരുതുന്നതും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.